എനിക്ക് നല്ല ടെൻഷനുണ്ട്. അയ്യോ ഒരു മിനിറ്റ്. അച്ഛ PG എൻട്രൻസ് അല്ലേ, മനസ്സറിഞ്ഞ് ഒന്ന് പ്രാർത്ഥിച്ചേക്കണേ. പഠിച്ചത് മാത്രമേ വരുള്ളൂ മോളെ. അച്ഛനൊരു വഴി കണ്ടിട്ടുണ്ട്. KSFE ഈ നാടിന്റെ ധൈര്യം. സാരി ഉടുത്ത് കളിച്ചു എന്നുള്ളതാണ് ഒരു മെയിൻ കണ്ടന്റ്. ആൻഡ് ഈവൻ ഇറ്റ്സ് ലൈക്ക് ഒരു അസിസ്റ്റന്റ് പ്രൊഫസർ ചെയ്തു എന്നുള്ളതും. പക്ഷെ ഞാൻ സത്യസന്ധമായിട്ടൊരു കാര്യം പറ്റേ, ഈ സെന്റ് തെരേസസ് കോളേജിൽ ഇവിടെ എന്ത് പരിപാടി വന്നാലും ഈ പറയുന്ന ടീച്ചേഴ്സ് സാരി ഉടുത്ത് തന്നെയാണ് കളിക്കാറുള്ളത്. 2, 3, 4 നമ്മൾ കുറേ ഈ സ്ട്രിക്ട്നെസ്സും ഈ ഒരു എയർ പിടിച്ച് നിന്ന് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് കുട്ടികൾക്ക് അത് നടക്കില്ല. അമ്മേ എപ്പോഴും എന്നോട് എല്ലാവരും പറഞ്ഞൊരു കാര്യം വെച്ചാൽ 2 സ്റ്റൈൽ ചെയ്യുമ്പോഴും 2ആയിട്ട് ചെയ്യാൻ അരുണിമിക്ക് പറ്റാറുണ്ട്. നമ്മൾ സ്റ്റേജ് ചെയ്യുമ്പോൾ അത് വൈറലാകുന്നോ അല്ലെങ്കിൽ അങ്ങനെ ഒരു പീപ്പിൾ അത് ഏറ്റെടുക്കും അങ്ങനെ ഒന്നും ആലോചിച്ചിട്ടല്ല. വി ജസ്റ്റ് ഡാൻസ്. എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇപ്പൊ മനസ്സിൽ വരുന്ന ഈ ഒരു പേരാണ്. ആ ഒരു പേരും ആ പേരിന്റെ ഉടമയാണ് എന്റെ കൂടെ ഉള്ളത് ക്യൂ സ്റ്റുഡിയോയിൽ. അരുണിമ മിസ്, വെൽക്കം ടു ക്യൂ സ്റ്റുഡിയോ. Thank you so much Indran and Q Studio for this thing. Thank you so much. എന്തായിരുന്നു ആ എനർജി? സാധാരണ ഒരു ഭരതനാട്യം ടീച്ചറാണ്, സെന്റ് തെരേസസ് കോളേജിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഭരതനാട്യം ഡിപ്പാർട്ട്മെന്റിൽ ഭരതനാട്യം ലെക്ചറായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. യൂഷ്വലി നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ടീച്ചറുണ്ട് ഭരതനാട്യത്തില്. പക്ഷെ ഇത് കഴിഞ്ഞ ദിവസം ഇലാഹിയ കോളേജിൽ ഗസ്റ്റ് ആയിട്ട് പോകുന്നു, അവിടെ നിന്ന് വൈറലാവുന്നു. 26.3 മില്യൺ ആണ് ഇപ്പോൾ ഉള്ളത്, സ്റ്റിൽ കൗണ്ടിങ്. എന്തായിരുന്നു ആദ്യം തന്നെ ആ വീഡിയോയുടെ പുറകിലുള്ള കാര്യം എന്തായിരുന്നു? ഇല്ല, ആക്ച്വലി ഞാൻ ഇതിനു മുന്നേ ഐ തിങ്ക് 2024 or 25 തോന്നുന്നു, ഇടയ്ക്കൊരു ഇതേപോലെ നമ്മുടെ ഇവിടെ കോളേജിൽ തന്നെ ഒരു ഇവന്റ് നടന്നിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ഇയേഴ്സ് വരുമ്പോൾ അവർക്ക് ഒരു ടാലന്റ് ഷോ ഉണ്ട്. അപ്പൊ നമ്മൾ യൂഷ്വലി എല്ലാ ടീച്ചേഴ്സും അവരുടെ കൂടെ ആ സമയത്ത് ജോയിൻ ചെയ്യും. അപ്പൊ അന്ന് അങ്ങനെ കളിച്ചിട്ട് ആ വീഡിയോ ഇതേപോലെ ഐ തിങ്ക് 13-15 മില്യൺ അന്ന് ക്രോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് സിംഗറായ ബാദ്ഷ എല്ലാം അതിൽ വന്ന് കമന്റ് ചെയ്ത സമയത്ത് അത് ഈ പറഞ്ഞ പോലെ ഭയങ്കര വൈറലായ സമയത്ത് ഇതേപോലെ അന്ന് കുറച്ച് പേര് ഇതേപോലെ ഒരു ചീഫ് ഗസ്റ്റ് ആയിട്ട് ചില കോളേജിൽ വിളിച്ചിട്ടുണ്ട്. അങ്ങനെ അന്ന് ഇതിന് മുന്നേ ഒരു ദിവസം വിളിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു അവരുടെ തന്നെ വേറൊരു ഫെസ്റ്റിവലിനാണ് വിളിച്ചത്. പക്ഷെ അന്ന് എനിക്ക് പോകാൻ സാധിച്ചില്ല. നമ്മുടെ കോളേജിൽ അന്ന് നമ്മുടെ സെന്റിനറി സെലിബ്രേഷന്റെ ക്ലോസിംഗ് സെറമണി ആയിട്ട് പ്രസിഡന്റ് വന്ന ദിവസമായിരുന്നു. അപ്പോൾ നമുക്ക് സെക്യൂരിറ്റി ഇഷ്യൂസ് ഉള്ളത് കൊണ്ട് പുറത്ത് പോയി വരാനുള്ള ബുദ്ധിമുട്ടുകൾ ഉള്ളത് കൊണ്ട് ഞാൻ പറഞ്ഞു ഇല്ല, ഓക്കെ നെക്സ്റ്റ് എപ്പോഴെങ്കിലും ഇതാക്കാണ്. ബട്ട് എഗെയിൻ ദേ ജസ്റ്റ് ലൈക്ക് പിന്നെ ഒരു ആർട്ട് ഫെസ്റ്റിവൽ വന്ന സമയത്ത് അവർ വരുമെന്ന് ചോദിച്ചു. അങ്ങനെയാണ് ഈ പറഞ്ഞ പോലെ ഇലാഹിയ കോളേജിൽ അങ്ങനെ ചെന്ന് പെടുന്നതും. അങ്ങനെ ഒരു പെർഫോമൻസ് അവരുടെ ഭാഗത്തു നിന്ന് റിക്വസ്റ്റ് ആയിരുന്നു. അങ്ങനെയാണ് ആ പെർഫോമൻസ് അവിടെ സംഭവിച്ചത്. സാധാരണ ടീച്ചേഴ്സ് എന്ന് പറയുമ്പോഴേ ഭയങ്കര സ്ട്രിക്റ്റ് ആണ്, ഇത്രയും ഫ്രീ അല്ല. പ്രത്യേകിച്ച് ഡാൻസ് പോലൊരു സബ്ജക്ട് ചൂസ് ചെയ്യുന്ന സമയത്ത്, അത് പ്രൊഫഷനായി മാറുന്ന സമയത്ത് ഭയങ്കര സ്ട്രിക്റ്റ് ടീച്ചർ എന്നാണല്ലോ നമ്മുടെ മനസ്സിലൊരു പിക്ചർ വരാ. സ്ട്രിക്റ്റ് ആണോ? ഇല്ല, അങ്ങനെ സ്ട്രിക്റ്റ് പറഞ്ഞാൽ ഞാൻ പറയട്ടെ, എന്നെ സംബന്ധിച്ചോളം നമ്മൾ ചില ഭാഗങ്ങളിൽ മാത്രം സ്ട്രിക്റ്റ് ആയാൽ മതി. നമ്മൾ കുറേ ഈ സ്ട്രിക്ട്നെസ്സും ഈ ഒരു എയർ പിടിച്ച് നിന്ന് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് കുട്ടികൾക്ക് അത് നടക്കില്ല. സോ സ്ട്രിക്റ്റ് ഇൻ സം സെൻസ് സ്ട്രിക്റ്റ് ആണ്. പക്ഷെ ചില കാര്യങ്ങൾ നമ്മൾ അവരുടെ കൂടെ നിന്നാലാണ് നമുക്ക് അവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ അവർക്ക് നല്ല രീതിയിലുള്ള ഒരു നല്ല ഓർമ്മകളും കൊണ്ട് അവർ പോകണമെങ്കിൽ നമ്മൾ ഈ രണ്ടും ബാലൻസ് ചെയ്ത് കൊണ്ടുപോകണം. അങ്ങനെ വിശ്വസിക്കുന്ന ഒരു ടീച്ചറാണ്. ഇവിടെ എനിക്ക് കിട്ടിയ ടീച്ചേഴ്സ് എല്ലാവരും അങ്ങനെ തന്നെയുള്ള ആൾക്കാരാണ്. എന്താണ് ഈ MA ഭരതനാട്യം ചൂസ് ചെയ്യാൻ കാരണം? ഐ മീൻ വൈ ഭരതനാട്യം? ഓക്കെ, അതിന്റെ ഒരു പ്രീവിയസ് സ്റ്റോറി പറയുകയാണെങ്കിൽ പണ്ട് ഈ പറയുന്ന ഞാൻ 10ാം ക്ലാസ് പാസ്സതിന് ശേഷം +2 സയൻസ് തന്നെ എടുത്തത്. അത് വീട്ടിൽ നിന്നുള്ള നിർബന്ധമായിരുന്നു. എന്നുവെച്ചാൽ ഞാൻ ഡാൻസർ ആവണം എന്ന് പറഞ്ഞപ്പോൾ ആദ്യം ഡെഫിനറ്റ്ലി ആ കാലഘട്ടത്തിൽ എനിക്ക് തോന്നുന്നു ഒരു 10-11 കൊല്ലം മുന്നേ, അപ്പം അത്രയും കൊല്ലം മുന്നേ ഞാൻ ഇത് ഈ പറഞ്ഞ പോലെ ഇത് എടുക്കണം എന്ന് പറഞ്ഞ സമയത്ത് വീട്ടിൽ നിന്ന് ചെറിയൊരു വെറുപ്പുണ്ടായിരുന്നു. ലൈക്ക് അപ്പോൾ അവർ പറഞ്ഞു +2 കഴിയട്ടെ, ദെൻ യു ക്യാൻ ചൂസ്. അന്നും ഇതേ ആഗ്രഹം ഉണ്ടെങ്കിൽ യു ക്യാൻ ഗോ ഫോർ ഇറ്റ്. +2 കഴിഞ്ഞപ്പോഴും ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഇതന്നെ മതി. ബട്ട് ദാറ്റ് ടൈം ദേ സപ്പോർട്ടഡ് മീ ആക്ച്വലി. ആ സമയത്ത് അമ്മ പറഞ്ഞു എന്നാൽ ശരി, അതാണ് ആഗ്രഹം വെച്ചാൽ പോയിക്കോളൂ. അങ്ങനെ ഫസ്റ്റ് ഞാൻ ജോയിൻ ചെയ്തത് ഡിപ്ലോമ കോഴ്സിനായിരുന്നു കലാക്ഷേത്രയിൽ. അത് കഴിഞ്ഞ് ചെന്നൈയിൽ അവിടെയാണ്, അവിടെ ഡിപ്ലോമ കോഴ്സാണ്, 4 ഇയർ കോഴ്സാണ് അവിടെ ഉള്ളത്. അപ്പൊ അത് കഴിഞ്ഞ് ആ സമയത്ത് എൻ്റെ ഒരു ഇംഗ്ലീഷ് ടീച്ചർ ഉണ്ട്, ഹെർ നെയിം ഈസ് ശോഭ. ടീച്ചർ ഈ പറഞ്ഞ പോലെ ടീച്ചർക്ക് ഭയങ്കര സങ്കടമായിരുന്നു. ഞാൻ അത്യാവശ്യം നന്നായി പഠിക്കും, ഭയങ്കര അല്ല പക്ഷെ എന്നാലും അത്യാവശ്യം നന്നായി പഠിക്കുന്ന ഒരാളാണ്. അപ്പൊ ടീച്ചർ എല്ലാവർക്കും അന്ന് എന്താ വെച്ചാൽ നമ്മൾ ഈ ആർട്ട് ഫീൽഡായിട്ട് എടുക്കുന്നത് എന്താ പറയുക, ലൈക്ക് വാട്ട് വിൽ ബി ദ തിങ്. അന്നൊന്നും എനിക്ക് തോന്നുന്നു ഇപ്പൊ പോലും കുറെ പേർക്ക് അറിയില്ല നമുക്ക് ഇതിന് BA ഉണ്ട്, MA ഉണ്ട്, നെറ്റ് ചെയ്യാൻ പറ്റും, ഡോക്ടറേറ്റ് എടുക്കാൻ പറ്റും, അങ്ങനത്തെ കുറെ കാര്യങ്ങൾ കുറെ പേർക്ക് ഇപ്പോഴും എനിക്ക് തോന്നുന്നു കുറെ പേർക്ക് അറിയില്ല എന്നുള്ളത്. സോ ബേസിക്കലി ടീച്ചർക്കും ടീച്ചറെ ഒരിക്കലും കുറ്റം പറയില്ല. പക്ഷെ ആ കാലഘട്ടത്തിൽ എനിക്ക് തോന്നുന്നു മലപ്പുറത്തൊന്നും
അങ്ങനെ ആരും പോയിട്ടില്ല എന്ന് തോന്നുന്നു എനിക്ക്. അപ്പോൾ ടീച്ചർ എന്നോട് പറഞ്ഞു, ഇല്ല അരുണിമ എന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ സൈഡായിട്ട് BA ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എടുത്തു ഫോർ ഹെർ സാറ്റിസ്ഫാക്ഷൻ. ടീച്ചർക്ക് വേണ്ടി മാത്രം ചെയ്തൊരു കാര്യമാണ്. ബിക്കോസ് ഐ ജസ്റ്റ് ലവ് ഹെർ സോ മച്ച്. അപ്പോൾ ടീച്ചർ പറഞ്ഞപ്പോൾ ഐ വാസ് ലൈക്ക് ഓക്കെ, ടീച്ചർക്ക് വേണ്ടി മാത്രം ഐ ജസ്റ്റ് ടുക്ക് ദാറ്റ്. അതേ സമയത്ത് സൈഡിൽ ഈ പറഞ്ഞ പോലെ റെഗുലറായിട്ട് കോളേജിൽ പോയിട്ട് ഡിപ്ലോമ എടുത്തു. അത് കഴിഞ്ഞതിന് ശേഷം നെക്സ്റ്റ് MA ഞാൻ റെഗുലർ ആയിട്ടാണ് മദ്രാസ് യൂണിവേഴ്സിറ്റിയിൽ ജോയിൻ ചെയ്തത്. ആൻഡ് അവിടെ നിന്ന് ഫസ്റ്റ് റാങ്ക് ഹോൾഡർ ആയിട്ടാണ് പാസ് ഔട്ട് ആയത്. ഓ നൈസ് നൈസ്. ഈ ഡാൻസ് ഇപ്പൊ നമ്മള് സ്റ്റേജിൽ കണ്ട ഡാൻസ് എന്ന് പറയുന്നത് ഫ്രീ സ്റ്റൈൽ സിനിമാറ്റിക് ആണ്. പക്ഷെ ഇവിടെ MA ഭരതനാട്യം ഹോൾഡർ ആണ്. എല്ലാവരും ചോദിച്ചിട്ടുള്ള ഒരു ക്ലീശ ചോദ്യമായിരിക്കും, ബട്ട് സ്റ്റിൽ ഐ നീഡ് ടു ആസ്ക്, ഏതാണ് കൂടുതൽ കംഫർട്ടബിൾ, ക്ലാസിക്കൽ ആണോ ഫ്രീ സ്റ്റൈൽ ആണോ സിനിമാറ്റിക് ആണോ? ഡാൻസറോട് ചോദിക്കാൻ പാടില്ല. ഒരു ഡാൻസർ പോട്ടെ, എന്നോട് പ്രത്യേകിച്ച് ചോദിക്കരുത്. ബിക്കോസ് അങ്ങനെയല്ല, ഞാൻ രണ്ടിലും വളരെ കംഫർട്ടബിൾ ആണ്. എപ്പോഴും എന്നോട് എല്ലാവരും പറഞ്ഞൊരു കാര്യം വെച്ചാൽ രണ്ട് സ്റ്റൈൽ ചെയ്യുമ്പോഴും രണ്ടായിട്ട് ചെയ്യാൻ അരുണിമയ്ക്ക് പറ്റാറുണ്ട്. ആൻഡ് അത് ലൈക്ക് താങ്ക്സ് ടു ഗോഡ്, താങ്ക്സ് ടു മൈ പാരന്റ്സ്, whoever I just want to say thank you. അതെന്താ വെച്ചാൽ അങ്ങനെ ചിലർ പറയും, ചിലർ കളിക്കുമ്പോൾ പഴയ മറ്റതിന്റെ ഒരു ചെറിയ ഇൻഫ്ലുവൻസ് വരാറുണ്ടെന്ന്. എന്തോ ഭാഗ്യം കൊണ്ട് എനിക്ക് അങ്ങനെ വരാറില്ല. എനിക്ക് രണ്ടും രണ്ട് രീതിയിൽ ചെയ്യാൻ കഴിവ് ദൈവം തന്നിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. അതെന്തോ ഭാഗ്യം എന്ന് മാത്രമേ ഞാൻ വിശ്വസിക്കുന്നു. ഈ വൈറലായതിനു ശേഷം കോളേജിന്റെ റെസ്പോൺസ്? കോളേജിൽ എല്ലാവർക്കും ഭയങ്കര ഹാപ്പിയാണ്. കുട്ടികൾക്ക് എൻ്റെ പ്രത്യേകിച്ച് ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിലെ പിള്ളേർ ദേവർ ലൈക്ക്, അവർ ഭയങ്കര സന്തോഷം. നമ്മുടെ മാനേജ്മെന്റ് ആണെങ്കിലും പ്രിൻസിപ്പൽ അനു മാം ആണെങ്കിലും ബാക്കി സ്റ്റുഡൻസ് സ്റ്റാഫ് അവർക്കെല്ലാം ഒരുപാട് സന്തോഷമാണ്. പിന്നെ അത് ഓൾറെഡി ഒരു വട്ടം അതായതുകൊണ്ട് അവരെല്ലാരും എന്നോട് അതാ ചോദിച്ചത്, ഇതിപ്പോ എപ്പോഴും അവിടെ തന്നെയാണോ ചോദിച്ചു. ഞാൻ പറഞ്ഞു അങ്ങനെയല്ല, ഞാനിത് അറിഞ്ഞിട്ടല്ല ചെയ്യുന്നത്. അതാരും എന്നോട് ചോദിച്ചു എപ്പോഴും ഇതാണോ അങ്ങനെ എന്തോ ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു അങ്ങനെയല്ല, നമുക്കൊരു സ്റ്റേജ് കിട്ടുമ്പോൾ നമ്മൾ ചെയ്യുന്നു. അത് ഈ പറഞ്ഞ പോലെ നമ്മൾ ഒരിക്കലും അങ്ങനെ ആകാൻ വേണ്ടിയല്ല ഒരിക്കലും ചെയ്യുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറയട്ടെ, നമ്മൾ സ്റ്റേജ് ചെയ്യുമ്പോൾ അത് വൈറലാകുന്നോ അല്ലെങ്കിൽ അങ്ങനെ ഒരു പീപ്പിൾ അത് ഏറ്റെടുക്കും അങ്ങനെ ഒന്നും ആലോചിച്ചിട്ടല്ല. വി ജസ്റ്റ് ഡാൻസ്. സംടൈംസ് അത് ആകുന്നു എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ, ബൈ ഗോഡ് ഗ്രേസ്. ഇപ്പോ ന്യൂസിലൊക്കെ വന്ന സമയത്ത് വന്നൊരു കോട്ടായിരുന്നു, ടീച്ചർ ഇൻ സാരി ഡാൻസിങ് ഫോർ മുക്കാബില. ഈ വൈറൽ ഫാക്ടേഴ്സ് എന്തുകൊണ്ടാണ് വരുന്നത് ടീച്ചർ ചിന്തിച്ചിട്ടുണ്ടോ? എനിക്ക് ഒരു തോന്നിയത്, ഞാൻ അതിൽ കുറേ പേര് പറഞ്ഞു കേട്ട ഒരു വലിയ കാര്യം വെച്ചാൽ സാരി ഉടുത്ത് കളിച്ചു എന്നുള്ളതാണ് ഒരു മെയിൻ കണ്ടന്റ്. ആൻഡ് ഈവൻ ഇറ്റ്സ് ലൈക്ക് ഒരു അസിസ്റ്റന്റ് പ്രൊഫസർ ചെയ്തു എന്നുള്ളതും. പക്ഷെ ഞാൻ സത്യസന്ധമായിട്ടൊരു കാര്യം പറ്റേ, ഈ സെന്റ് തെരേസസ് കോളേജിൽ ഇവിടെ എന്ത് പരിപാടി വന്നാലും ഈ പറയുന്ന ടീച്ചേഴ്സ് സാരി ഉടുത്ത് തന്നെയാണ് കളിക്കാറുള്ളത്. എനിക്ക് തോന്നുന്നു 2-3 ഇതിന് മുന്നേ നമ്മൾ 2-3 നമ്മുടെ കുട്ടികൾ തന്നെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ടീച്ചേഴ്സ് കളിക്കുന്നത് തന്നെ. വി യൂഷ്വലി ഹാവ് സാരി. അപ്പൊ അത് ചിലപ്പോൾ ശരിയായിരിക്കാം. പക്ഷെ എന്നോട് കുറെ പേര് പറഞ്ഞു നമുക്ക് സാരി ഉടുത്ത് നടക്കാൻ പോലും ബുദ്ധിമുട്ടാണ്, എങ്ങനെയാണ് കളിച്ചത്? പക്ഷെ എനിക്ക് പേഴ്സണലി ഞാൻ പറയാലോ, എനിക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു വേഷമാണ് സാരി. സോ അതാണ് തോന്നുന്നു. പിന്നെ ടീച്ചർ ചെയ്തു എന്നുള്ളതും അതായിരിക്കണം. എനിവേ ഐ ആം സോ ഹാപ്പി ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ എവ്രിവൺ ഹു അക്സെപ്റ്റഡ് me. Thank you so much. Oh nice. എന്നാ നമുക്കൊരു ഡാൻസ് കണ്ടാലോ? അയ്യോ ആയിക്കോട്ടെ.